രാജീവ് ചന്ദ്രശേഖരൻ ഇപ്രാവശ്യം വോട്ട് നില ഉയർത്തിയതിൻ്റെ കാര്യം മാത്രം പറയും. കാരണം ഒ രാജഗോപാൽ 3 മണ്ഡലത്തിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പിന്നെ നേമം 4 മണ്ഡലങ്ങളിലായിരുന്നു ഒ രാജഗോപാൽ 2014 ഇലക്ഷൻ്റെ വോട്ട് ശതമാനം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അത് രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ശശി തരൂർ രണ്ടാമത് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ കുമ്മനം രാജശേഖരനിലേക്ക് വന്നപ്പോൾ ഈ മണ്ഡലങ്ങളെല്ലാം 2ാം സ്ഥാനത്തേക്ക് പോയിരുന്നു. ഇപ്പോൾ 3ാം സ്ഥാനത്ത് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇലക്ഷനിൽ വന്നപ്പോഴത്തേക്കും കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം ഈ 3 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളതാണ്. 3 മണ്ഡലങ്ങളിലാണെന്ന് ഓർക്കണം. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നേമത്തിൽ രാജഗോപാലിനെ ജയിപ്പിക്കാനുള്ള കാരണം അന്ന് പാർലമെൻറ്റ് ഇലക്ഷനിൽ 1ാം സ്ഥാനത്ത് കൊണ്ടുവന്ന മണ്ഡലത്തിലാണ് നേമത്തിൽ പിന്നെ ഒ രാജഗോപാൽ. പക്ഷേ ഇപ്രാവശ്യത്ത് 3 മണ്ഡലത്തേക്ക് വന്നു എന്നുള്ളതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം നികേഷ് കുമാർ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ് കാര്യം. നെയ്യാറ്റിൻകരയാണ് പിന്നെ ശശി തരൂരിനെ നിർത്തിയെന്ന് പറയുന്നത്. 12,041 കഴിഞ്ഞ വർഷം ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം. അത് ഇപ്രാവശ്യം 22,613 വോട്ടിലേക്ക് മാറി എന്നുള്ളതാണ് വലിയ കാര്യം എന്ന് പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ നികേഷ് കുമാർ പറഞ്ഞ പോലെ 25,000 വോട്ടിന് രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചു എന്ന് നമ്മൾ തന്നെ ഇങ്ങനെ ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല ഒരു മണ്ഡലം എണ്ണം തന്നെ 1-2 അവസാനത്തെ 2 മണ്ഡലം എണ്ണം തീരുമാനിക്കുമ്പോഴാണ് 25,000 അങ്ങനെ കയറിയ ഒരാൾ തിരിച്ചു വന്നിട്ടില്ല. ഇത് 25,000 എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷമല്ലേ. 19 മണ്ഡലങ്ങളില് രാജഗോപാലും കേട്ടോ. അല്ല, ഇത് രാജഗോപാലിന് തന്നെ പറ്റിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കറക്റ്റാണ്. ഈ ലോക്സഭ ആര് തിരിച്ചു വന്നിട്ടില്ല. ഘട്ടത്തില് ജുബയിട്ട് ഇറങ്ങി ഓർമ്മയില്ലേ? പിന്നെ അല്ല, ഇത് 25,000 പിന്നെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഒറ്റ കൂപ്പൂത്തലാണ്. 11,000, 5,000, 3,000 എന്ന് പറഞ്ഞ് കൂപ്പൂത്തിയത്. കാരണം ആ ഒന്നിൽ അവസാനം എഴുതിയ അതിനകത്ത് കൈകാര്യം ചെയ്ത് അതെന്ന് പറയുന്നത് നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് എന്താണ്? തീരദേശ മേഖലയാണ്. തീരദേശ മേഖല അങ്ങനെ കൂടെ പിടിച്ചു, അങ്ങനെ തരൂരിനെ കൂടെ പിടിച്ചു. 12,000 വോട്ടിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തരൂരിൻ്റെ. 12,041 വോട്ടാണ് കൃത്യമായിട്ട് പറയുന്നത് നെയ്യാറ്റിൻകരയിൽ. അത് 22,613 എന്നുള്ളത്. പക്ഷേ നമ്മൾ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹം വളരെയധികം BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അത് നടന്നിട്ടില്ല. കാരണം ലത്തീൻ സഭയാണ് തിരുവനന്തപുരത്ത് ആ ഏരിയ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ സംവിധാനം നടന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ശശി തരൂർ ഏതെങ്കിലും ഒരു കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ടാണെങ്കിൽ പോലും ശശി തരൂർ ഒരു പ്രശ്നത്തിൽ പോയേനെ. നേരത്തെ അരുൺ പറഞ്ഞതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ RCയെക്കാളും ലത്തീൻ കുറച്ചുകൂടെ പൊളിറ്റിക്കലാണേ. അല്ല, അവർ നിലപാടുകൾ എടുത്തിട്ട് വളരെ സ്ട്രോങ് നിലപാടുകളാണ്. ലത്തീൻ രൂപതേൻ്റെ ലോകത്തിൽ സഭയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എടുക്കുന്ന നിലപാടിൽ സ്ട്രോങ് ആയിട്ട് നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടങ്ങില്ല, അവിടെ നിൽക്കും. പ്രത്യേകിച്ച് പിന്നെ തീരദേശ മേഖലയിലുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അവർ പള്ളി പറയുന്നതിന് അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാരല്ല തീരദേശ മേഖലയിലുള്ള ആൾക്കാർ. കാരണം അവിടെ തീരുമാനമെടുക്കുന്ന സഭയും അച്ഛന്മാരും പള്ളിയൊക്കെ തന്നെയാണ്. അത്ര സ്ട്രോങ് ആയ നിലപാടെടുക്കുന്ന കാര്യത്തിലാണ്. ചില സമയത്ത് പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ. ചില സമയത്ത് സഭ പറഞ്ഞാലും കേൾക്കത്തില്ല. സഭാ വോട്ട് BJP കിട്ടിയത് തൃശ്ശൂർ മാത്രമാണ്. മധ്യ കേരളത്തിലും സംഭവിച്ചിട്ടില്ല. അല്ല, സഭാ വോട്ട് BJP സംഭവിച്ചിട്ടില്ല. അല്ല, BJPക്ക് ഞാൻ പറയുന്നത് ആലപ്പുഴയിലില്ലേ ശോഭാ സുരേന്ദ്രൻ കൂട്ടി. അല്ല, അത് സഭയിൽ വോട്ടിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് BJP വോട്ട് കോട്ടയത്ത്. അല്ല, മുൻപ് പിന്നെ വോട്ട് മേടിച്ചത് ആരൊക്കെയാണെന്നറിയോ? നമ്മുടെ ശ്രീധരൻപിള്ള. ആദ്യത്തെ 5 മണ്ഡലങ്ങളിൽ ശ്രീധരൻപിള്ള BJPന്റെ നേതാവായ സമയത്ത് മാത്രമാണ് സഭയുടെ വോട്ട് BJP അല്ലേ? ഇല്ല, ഞാൻ പറയുന്നത് ശ്രീധരൻപിള്ള BJPന്റെ പ്രസിഡന്റായ സമയത്താണ് ഏറ്റവും കൂടുതൽ സഭയ്ക്ക് വോട്ട് വന്നത്. അന്നാണ് PC തോമസ് പിന്നെ NDA മുന്നണിയിൽ ജയിച്ചു കയറി. ശ്രീധരൻപിള്ള അങ്ങനെ ഒരു നീക്കം ബോധപൂർവ്വം നടത്തിയിരുന്നു. അല്ല, ഇപ്പോഴും നടന്നു. ഇപ്പോൾ പുള്ളി സഭയായിട്ട് ഏറ്റവും കോൺടാക്ട് ഉള്ള ആളെന്ന് പറയുന്നത് ശ്രീധരൻപിള്ള തന്നെയാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലടക്കം അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം അദ്ദേഹം ബന്ധപ്പെടുന്ന ഒരു ലൈനുള്ള ആളാണ്. പക്ഷേ ഒരു കാര്യത്തിനകത്ത് ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ ആലോചിച്ചത് ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങളോട്. കുമ്മനം രാജശേഖരനാണോ ഒ രാജഗോപാലിനാണോ രാജീവ് ചന്ദ്രശേഖരനാണോ ജനപ്രീതി കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കുമ്മനം രാജശേഖരനേക്കാളും ജനപ്രീതി ഒ രാജഗോപാലിനാണ്. പക്ഷെ ആ ഒ രാജഗോപാലിൻ്റെ ജനപ്രീതി ഇപ്പോൾ ആർക്ക് രാജീവ് ചന്ദ്രശേഖരൻ നിലനിർത്താൻ പറ്റിയെന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് BJPക്ക് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഓക്കെ.